യോഗയിൽ ശരീരമെന്നാൽ ഇത് ഈട, ഇത് പിങ്കള, അർദ്ധനാരി എന്ന് പറയും. ഒരു വശം സ്ത്രൈണതയും മറുവശം പൗരുഷവും. ഇത് സ്ത്രീയും പുരുഷനുമല്ല, സ്ത്രൈണതയും പൗരുഷവുമാണ്. ഈ രണ്ട് ഗുണവും ചേരുമ്പോഴാണ് നമ്മുടെ ശരീരം ഇങ്ങനെയാവുന്നത്. ഈ സ്ത്രൈണതയും പൗരുഷവും അത് വളരെ സൂക്ഷ്മമായ ഒരു അതിർവരമ്പാണ്. നിങ്ങളത് തള്ളി നോക്കിയാൽ നിങ്ങൾക്ക് ഈ വശത്തു നിന്നും മറുവശത്തേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടും വരാം. ശിവനെ അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്നതിനു കാരണം നിങ്ങളുടെ പൗരുഷത്തെ ശക്തമായി സൂക്ഷിക്കണം, സ്ത്രൈണതയും മറ്റൊന്നായി ശക്തമായി തന്നെ സൂക്ഷിക്കണം. രണ്ടും ഇടകലർന്നാൽ കുറച്ചു സമയത്തിന് ശേഷം അത് ഏതാണെന്ന് തിരിച്ചറിയാനാവില്ല. ഇത് ആധുനിക സമൂഹത്തിൽ വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്നു. ശാസ്ത്രീയമായി തന്നെ പറയുന്നു, അവർ അങ്ങനെയാണ്, ഇവർ ഇങ്ങനെയാണ്. ഞാൻ പറയുന്നത് ആർക്ക് വേണമെങ്കിലും ഇങ്ങനെയാകാൻ കഴിയും. എങ്ങനെയുള്ള പുരുഷനായാലും ശരി, അവനൊരു 6 മാസം ഞാനൊരു പെണ്ണാണെന്ന് സങ്കല്പിച്ചുകൊണ്ടിരുന്നാൽ വസ്ത്രങ്ങളെല്ലാം അല്പമൊന്ന് മാറിയാൽ അവൻ അങ്ങനെയാകും. ഇക്കാരണത്താൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം ചിലർ ശരീരത്തെ മാറ്റാൻ ശ്രമിക്കുന്നു. മനസ്സിനെ മാറ്റുന്നതാണോ അതോ ശരീരത്തെ മാറ്റുന്നതാണോ എളുപ്പം? മനസ്സ് മാറ്റുന്നതല്ലേ എളുപ്പം. മനസ്സിനുള്ളിലെ ചിന്തകൾ എങ്ങനെ വേണമെങ്കിലും ആകാം, എങ്ങനെ വേണമെങ്കിലും മാറ്റാം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. മനസ്സ് മാറ്റില്ല, പക്ഷെ ശരീരത്തെ മാറ്റാൻ സർജറി ചെയ്യുന്നു. ആരും തന്നെ ഒരു സമ്പൂർണ്ണ സ്ത്രീയല്ല, ആരും തന്നെ ഒരു സമ്പൂർണ്ണ പുരുഷനുമല്ല. ആ അതിർവരമ്പ് സൂക്ഷിച്ചാൽ മാത്രമേ ഇങ്ങനെയുണ്ടാകൂ. അത് തള്ളിമാറ്റിയാൽ കുറച്ചു നാളിന് ശേഷം എന്താണെന്ന് തിരിച്ചറിയാനാകില്ല, ഇടകലർന്നു പോകും. അതാണ് അർദ്ധനാരീശ്വരൻ പറയുന്നത്. വളരെ വ്യക്തമായ ഒരു അതിർവരമ്പില്ലെങ്കിൽ രണ്ടും ഇടകലരും.